ഒരു മിനിറ്റ്. അപ്പം എനിക്കൊരു വീഡിയോ ഇട്ടപ്പോൾ കുറേ ആൾക്കാരൊക്കെ പറഞ്ഞു എന്തോ നിലപാടില്ലാത്തവരെന്നൊക്കെ കുറേ ആൾക്കാർ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടോ. ഒക്കെ ഇന്ന് ചെറുതായിട്ടൊന്ന് ബ്ലർ ചെയ്യാൻ വേണ്ടി എന്നാ എന്ത് നിലപാടില്ലാത്തവണെന്നാണ് ഈ പറഞ്ഞത്. ഈ കൊച്ചു സബ്സ്ക്രിപ്ഷൻ വല്ലതും തുടങ്ങിയോ? ഞാൻ അതാ പറയുന്നത്. ഞാൻ ആ മൊത്തം കണ്ട് 2 മിനിറ്റിൻ്റെ വീഡിയോ അങ്ങനെ ഉണ്ടായിരുന്നു. 2 മിനിറ്റിൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് കുറച്ച് വീഡിയോ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. അതിനകത്തൊരു കട്ടിലിരിക്കുന്നൊരു സീൻ ഉണ്ടായിരുന്നു. അത് ഇച്ചിരി മോശമായിരുന്നു, ഞാനത് കണ്ടില്ലായിരുന്നു. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാൻ വന്നൊരു കാര്യം, ഇത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴും ഞാൻ നിങ്ങളോട് പറയാം, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടില്ല. കുറേ ആൾക്കാർ അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സോഷ്യൽ മീഡിയയാണ്, ഇത് സ്നാപ്പിൽ അങ്ങോട്ട് ഷെയർ ചെയ്ത സംഭവം അങ്ങോട്ട് ലീക്ക് ഔട്ട് ആയി പോയത് അങ്ങോട്ട് സംഭവമാണ്. അതായത് സബ്സ്ക്രിപ്ഷൻ തുടങ്ങി അങ്ങനെയാണ് മറ്റേന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ സംസാരിക്കുന്നത്. ഇതിന് ഓൾറെഡി ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ട്. ആ സബ്സ്ക്രിപ്ഷനിൽ തന്നെ അത് സാരി കൊടുത്തിരിക്കുന്ന 2-3 ഫോട്ടോസോ കാര്യങ്ങളോ അത് വെച്ചിട്ടുള്ളായിരുന്നു. 299 രൂപയായിരുന്നു. ഇപ്പോൾ അത് കൊച്ചു 399 ആക്കി. ഇപ്പം 3000-ഓളം ഫോളോവേഴ്സ് ആയി. 3000-ഓളം ഫോളോവേഴ്സ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇത് കാണാൻ വേണ്ടി എത്ര പേരെ ഇരിക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ഞാൻ ഒരു കാര്യം തുറന്നു പറയാം, ഇവരുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇതെല്ലാം ഇവരിങ്ങനെയൊക്കെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ഒരു രീതി വെച്ച് ഈ ഒരു കോണ്ടന്റ് അങ്ങ് ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോയതേ ഉള്ളായിരുന്നു. എൻ്റെ പൊന്നോ, കമന്റ് ബോക്സിലൊക്കെ എന്താണ് നിലപാടില്ല, മറ്റേ രേണു സുധിയെ വെച്ച് കമ്പയർ ചെയ്ത് കുറേ ആൾക്കാരൊക്കെ, അങ്ങനെ കുറേ ആൾക്കാർ അത് സുധിച്ചേട്ടൻ്റെ പേരും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. അത് വേറെ തോന്നിവാസം. ഓക്കെ, ഇത് ഞാൻ നോർമലി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയത് മാത്രമേ ഉള്ളൂ. അതിന് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ ആൾക്കാരുടെ ഓരോ രീതികളും കമൻറ്റും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഓക്കെ, ഈ ഒരു പോർഷൻ ഞാനത് ബ്ലർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കാണുമ്പോൾ നമുക്കൊരു എന്താ പറയണ്ടേ, ദേഷ്യം വരും. മീൻസ് ഇഷ്ടപ്പെടത്തില്ല, ഉള്ള കാര്യം പറയല്ലോ. ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ പോയെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷെ ഒരാൾക്ക് അയച്ചു കൊടുത്തേ ആയിരിക്കാം. ഇത് സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിന്നെ ആൾക്കാർക്ക് ചോദ്യങ്ങൾ വരാം. ചിലപ്പോൾ സ്നാപ്പ് ആയിരിക്കും. ഈ സ്നാപ്ചാറ്റിലൊക്കെ ഇങ്ങനെ ഇടുന്ന ഓരോ രീതികളുണ്ടല്ലോ, വർക്കൗട്ട് ചെയ്യുമ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കാം. എന്തോ സംഭവം ആരോ റെക്കോർഡ് ചെയ്ത് കറക്റ്റായിട്ട് എടുത്ത് അത് ഫേസ്ബുക്കിലായിരുന്നു മൊത്തം ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഫേസ്ബുക്കിൽ അവർ വന്ന വീഡിയോസ് എല്ലാം റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിൽ ഇതിനെക്കുറിച്ച് വരുന്ന എല്ലാം റിമൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവർ സൈബറിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ഇത് ചിലപ്പോൾ ഒരു പക്ഷേ മൂവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരിക്കലും എന്താ പറയണ്ടേ, അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഫാമിലിയൊക്കെ ഇത്രയും ഫേമായിട്ടൊക്കെ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും അച്ഛൻ രാഷ്ട്രീയക്കാരനാണ്. അത് ഏത് രീതിയിലാണ് പോകും. ഇപ്പം തന്നെ എല്ലാവരും വിചാരിച്ചിരിക്കുന്ന ഈ കൊച്ചു സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ട് അപ്പം എന്താ പറയുക വിചാരിക്കുന്ന ഈ വീട്ടുകാർക്ക് ഇത്ര ദാരിദ്ര്യമാണെന്നുള്ള രീതിയിൽ ആൾക്കാർ വിചാരിക്കും. പറഞ്ഞ മനസ്സിലായി. ഇപ്പം എന്തായാലും ഇത് വൈറലായതുകൊണ്ട് ഇപ്പം മാസം അങ്ങോട്ട് 12 ലക്ഷം രൂപയോളം വരുമാനമായിട്ടുണ്ട്, ഏത് സബ്സ്ക്രിപ്ഷനിൽ കൂടെ. ഓക്കെ, ഞാൻ അതിൽ കൂടുതൽ വെക്കുന്നില്ല. ഇപ്പം പിന്നെ അല്ലാതെ കിടന്ന് ഓടുന്നൊരു വീഡിയോ, ഞാൻ കുറച്ച് കാര്യങ്ങൾ ഹൈഡ് ചെയ്തായിരുന്നല്ലോ. അതുകൊണ്ട് ഈ ഒരു ഞാൻ ബ്ലർ ചെയ്തതേ ഉള്ളൂ. ഈ ഒരു വീഡിയോ കിടന്നങ്ങ് ഓടുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ദിയയുടെ ഹണിമൂൺ എല്ലാവരും കൂടെ പോയി ബീച്ചിൽ കിടന്ന് അടിച്ചു പൊളിക്കുന്ന കുറേ ഇതാണ്. ആ സമയത്ത് ആ ഒരു വ്ലോഗ് കണ്ടവർക്ക് അത് നല്ല രീതിയിൽ അറിയാം. അതിനകത്തൊരു ഒന്നും വ്ലോഗ് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ഇവരെങ്ങനെയാണ്. അന്നൊന്നും ആരും അത്ര വിമർശിച്ചൊന്നും കണ്ടിട്ടില്ല. ഇപ്പം കുറേ എണ്ണമൊക്കെ എടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ നിലപാടില്ലാത്തവനായിപ്പോയി. പിന്നെ അതിപ്പോൾ ദാരിദ്ര്യം മൂത്ത് ഈ കൊച്ച് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയതൊന്നും അല്ല. അതും കൂടെ ആൾക്കാരൊന്നും മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. ഓക്കെ, അത് വെച്ചിട്ടാണ് ഞാൻ കാര്യങ്ങൾ സംസാരിച്ചത്. പിന്നെ ചില വീഡിയോസിൻ്റെ ഒക്കെ ഒരു പോർഷൻ മാത്രമേ കണ്ടിട്ടുള്ളായിരുന്നു. ഇതിനകത്ത് ആ കട്ടിലിരിക്കുന്നതും അതൊക്കെ ഇച്ചിരി ഓവറായിട്ട്, കാരണം നമ്മുടെയൊക്കെ നാട്ടുകാരായി കിട്ടിയ പിന്നെ വെറുതെ വിടും. ഓക്കെ, ഇപ്പം അവരുടെ അമ്മയുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വരുന്ന തെറിവിളികൾ, അതൊന്നൊന്നര ഇതാണ്. കാരണം സിന്ധു, നിങ്ങൾ നല്ല ഡ്രസ്സാണ് ഇടുന്നത്, പക്ഷെ നിങ്ങളുടെ മകൾ അത് ഇടുന്നില്ല എന്നുള്ള രീതിയിലേയും എന്താ ഒരു കമൻറ്റ് വയ്ക്കാം. ഹലോ സിന്ധുജി, നിങ്ങൾ എത്ര നന്നായാണ് വസ്ത്രം ധരിക്കുന്നത്. ഞങ്ങളുടെ വീട്ടിലെ കുട്ടികളോട് ഞാനിത് പറഞ്ഞു കൊടുക്കാറുണ്ട്. നമ്മൾ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും നമ്മുടെ വസ്ത്രധാരണം നമുക്ക് വലിയ വില തരും എന്നുള്ള രീതിയിലാണ്. ഓക്കെ, അങ്ങനെ കുറേ ഇത് മക്കളെ നല്ല രീതിയിൽ നോക്കാൻ അറിയാത്ത അമ്മ, നിങ്ങളൊക്കെയും സിനിമയിൽ ആക്റ്റീവായ ആളുകളല്ലേ, മക്കളെ നല്ല രീതിയിൽ വളർത്തുന്നു, നിങ്ങൾക്ക് മാത്രം അയ്യോ എന്തുവാ അങ്ങനെ. ഇനി എഴുതിയതിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയത്തില്ല.
പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ ബാച്ചിലർ പാർട്ടി 2-നകത്ത് ഈ പെണ്ണാണ് നായിക എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ നസ്ലിൻ്റെ ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ വരുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത് സിനിമയ്ക്ക് അവസരത്തിന് വേണ്ടിയാണോ അങ്ങനെയും കുറേ ആൾക്കാർ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പോഴും ഞാനൊരു കാര്യം പറയും, സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയിട്ടില്ല. ഇത് സ്നാപ്പിൽ അങ്ങാണ്ടൊക്കെ സ്നാപ്ചാറ്റിലൊക്കെ ഇങ്ങനെ ഇട്ട് അങ്ങോട്ട് പോയങ്ങോട്ട് ആരോ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിട്ടതാണ്. പിന്നെ അറിയാലോ റെക്കോർഡ് ചെയ്ത് പുറത്ത് വിടുന്നതിൻ്റെ സംഭവം നമ്മുടെ ആൾക്കാർ ഏത് സെൻസിലെടുക്കുന്നതെന്ന് ഞാൻ പറയാനറിയാം. കാരണം ആപ്സ് ഉണ്ടല്ലോ നമ്മുടെ വയറെന്ന് പറയും, അപ്പോൾ അതിലൊക്കെ കൊച്ചിങ്ങനെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നതും അങ്ങനത്തെ ഉള്ള വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പം അത് വേറൊരാൾക്ക് ഇത് കാണുമ്പോൾ അത് വേറെ രീതിയിലേ തോന്നത്തുള്ളൂ. പറഞ്ഞാൽ മനസ്സിലായോ? ഇത് നോർമലായിട്ട് ഞാനൊരു കാര്യം പറയാം. ഇപ്പം നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യൻസിൽ പോകുകയാണെങ്കിൽ ഡൽഹിയിലാണെങ്കിലും പുറത്തൊക്കെ പോകുമ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇതേ ഡ്രസ്സ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. മലയാളികളല്ല ഞാൻ പറയുന്നത്, ഈ പറയുന്നത് നോർത്ത് ഇന്ത്യൻസിൻ്റെ കാര്യം പറയുന്നത്. മലയാളികൾ അപൂർവമായിട്ടുള്ള ചില ആൾക്കാരൊക്കെ ഇടാറുണ്ട്. ഇതൊക്കെ നോർമലായിട്ട് മാത്രം കണ്ടുപോകുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മൾ ഈ കേരളത്തിൽ നിൽക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ഓക്കെ. ഇപ്പം എല്ലാവരും പറയും, നീയൊക്കെ ഇങ്ങനെ സംസാരിച്ചിട്ട് ലവൾക്കും എതിരെ മാത്രം എന്താ സംസാരിക്കുന്നതെന്ന്. അതിൻ്റെ എതിരെ സംസാരിക്കുന്നതിന് ഒരുപാട് റീസൺ ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അതിനെ നമുക്ക് നല്ലത് കണ്ടാലും വിളിപ്പിക്കാൻ തോന്നാത്തത്. ഓക്കെ. ഓക്കെ, ഇനിയിപ്പം മൊത്തം ട്രോളായിരിക്കും. ഇതിപ്പോൾ വലിയ രീതിയിൽ ഇപ്പം വലിയ രീതിയിലല്ല, ഇത് ആൾക്കാർ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ കൂടുതലും. കൊച്ചു പൈസയ്ക്ക് വേണ്ടിയാണ് സബ്സ്ക്രിപ്ഷൻ തുടങ്ങിയെന്നുള്ള കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, വീട്ടുകാരൊന്നും കൊടുക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ. അപ്പം എന്താ പറയണ്ടേ, ആ സബ്സ്ക്രിപ്ഷനകത്ത് ഒന്നുമില്ല. അവിടെ 4 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. ചില യൂട്യൂബേഴ്സൊക്കെ കയറി അതിനകത്ത് എന്താണ് സംഭവം എന്ന് വേണ്ടി ജസ്റ്റ് നോക്കിയപ്പോൾ ആ പടം 3-4 ഫോട്ടോസ് മാത്രമേ ഉള്ളൂ. അതാണ് സത്യം. ഇപ്പം കുറേ എണ്ണം പറയുന്നുണ്ട്, ഇപ്പോൾ 2ാമത്തെ വീഡിയോ ഇട്ടെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ അവരുടെ ഫാമിലി വ്ളോഗിനകത്ത് കിടക്കുന്ന വീക്കിനെയൊക്കെ ഇട്ട് നിൽക്കുന്ന അതെടുത്ത് പുറത്ത് വിട്ട്. അതാണ് ഞാൻ ബ്ലർ ചെയ്ത് വെച്ചത്. എൻ്റെ അകത്ത് ഇതൊന്നും വെക്കണ്ടെന്ന് എഴുതിയിട്ടാണ് ഞാനത് വെച്ചത്. ചേട്ടനെ പറ്റി കൂടുതൽ ഇപ്പൊ സോഷ്യൽ മീഡിയ പറയാറ് ഭയങ്കര കൂൾ ഡാഡി എന്നാണ് പറയാറ്. ഇപ്പൊ പൊതുവിൽ യൂസ് ചെയ്യുന്ന ഒരു ഡയലോഗ് ഉണ്ടല്ലോ, തന്ത വൈബ് അല്ല വൈബ് തന്നാന്ന് പറഞ്ഞത്. എല്ലാരും പറയും കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ പെൺകുട്ടികൾക്ക് നൽകുന്ന പോലത്തെ ഒരു ഫ്രീഡം അതാണ് ഓരോ അച്ഛനും നൽകേണ്ടത് എന്ന് പറയാറുണ്ട്. ആദ്യം തിരുത്തട്ടെ, ഈ സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്, ഞാൻ തരേണ്ടതല്ല. ഞാൻ ആരാ തരാൻ എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പ്രിൻസി എന്ന് പറഞ്ഞൊരു വ്യക്തി അല്ലെ ഇവിടെ ഇരിക്കുന്ന സൗകര്യം കൊണ്ടുണ്ട്, ക്യാമറ എടുപ്പിച്ചിരിക്കുന്നത്. ഇവരൊക്കെ ഓരോരുത്തരും ഓരോ വ്യക്തികളാണ്. നിങ്ങൾ ജനിക്കുമ്പോൾ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ അകത്തുണ്ട്, എൻ്റെ അകത്തുണ്ട്. ഈ നിങ്ങൾ പിന്നെ കാണുന്ന പോലെ അത്ര കൂളൊന്നും അല്ല. ഞാൻ ഈ പിള്ളേർക്കൊക്കെ നല്ല വഴക്കും ചീത്തയൊക്കെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ കുറച്ച് കഴിഞ്ഞ് വളർന്ന് വലുതായി കഴിയുമ്പോൾ ഞാൻ നോക്കുമ്പോൾ എന്നെക്കാൾ അറിവ് എനിക്ക് പുതിയ തലമുറയെ വളരെ ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ തലമുറയും വളർന്നു വരുമ്പോ പിൻതലമുറക്കൾ വരുമ്പോ തലതെറിച്ച ഒരു തലമുറ തന്നെ പറഞ്ഞ ഇത് ഞങ്ങളും കേട്ടത്, ഇപ്പോഴും പറയുന്നു. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു തോന്നുന്നുണ്ട് ഇപ്പത്തെ ചെറുപ്പക്കാര് ഭയങ്കരമായിട്ട് വഴിപടച്ചു പോകുന്നവരാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. കണ്ടില്ലേ കേട്ടോ, എന്റെ മക്കള് അമ്മയുടെ കൂടെ കറങ്ങുന്ന പെൺകുട്ടികൾ ഒരു നിയന്ത്രണം കണ്ടവന്റെ കൂടെ ഇതാണ് പറയുന്നത്. അതിനകത്തൊരു കാര്യം മനസ്സിലാക്കുന്ന വെച്ചാൽ ഞാൻ ഈ പ്രായത്തിൽ പോയിരുന്ന കാലത്തും എനിക്ക് വലിയ ആഗ്രഹങ്ങളുണ്ടായിരുന്നു. പെൺകുട്ടികളുടെ അവിടെ പോവുക, ഇതൊക്കെ ഉണ്ടായിരുന്നു. അഥവാ ഞങ്ങൾ എവിടെയും കറങ്ങാനൊക്കെ പോയാൽ പച്ചക്കള്ളം വിറ്റു എന്ന് പറയും. ഫ്രണ്ടിന്റെ അച്ഛൻ സുഖമില്ലാതായി, അവിടെ ചെന്നപ്പോ അവിടെ നിന്ന് വരുന്ന ഒരു സ്കൂട്ടറിന്റെ ടയർ പഞ്ചറായി, പച്ചക്കള്ളം പറയുകയാണ്. ഇപ്പത്തെ പിള്ളേര് കള്ളം പറയുന്നില്ല. ഇത്രയും ഞാൻ കാണുന്നൊരു വ്യത്യാസം. പക്ഷെ എന്നാലും ഞാൻ കുട്ടികളോട് എപ്പോഴും പറയും, ഈ മൂല്യങ്ങളുടെ വാല്യൂസ് അത് നമ്മൾ മനസ്സിലാക്കുക. കാരണം ബഹുമാനിക്കുക, മറ്റുള്ളവരോട് പെരുമാറേണ്ട രീതി, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ എപ്പോഴും എതിരെ നിൽക്കുന്ന ആളെ ബഹുമാനിച്ച് തന്നെ പോവുക. ആരും ബഹുമാനി. അന്നത്തെ ആ വിഷയം ഉണ്ടല്ലോ, ഇവരുടെ സ്ഥാപനത്തിൽ നിന്ന് അവിടുത്തെ ജോലിക്കാർ കുറേ പൈസയും കാര്യങ്ങളൊക്കെ തട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അന്ന് ഇദ്ദേഹം മാന്യമായിട്ടായിരുന്നു സംസാരിച്ചത്. കാരണം ആ ഒരു കാര്യങ്ങളെ അദ്ദേഹം എങ്ങനെ ഡീൽ ചെയ്തെന്നുള്ള ഒരു കൃഷ്ണകുമാർ എന്ന് പറയുന്ന വ്യക്തി എന്താ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഇയാളെ. എനിക്ക് ആദ്യമായിട്ട് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇലക്ഷൻ സമയത്ത് ഒരു SFAയുടെ ഒരു കോളേജിൽ ചെന്നാണ് അവിടുത്തെ SFAക്കാർ കിടന്ന് ഇദ്ദേഹത്തിന് തെറി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇദ്ദേഹം പ്രസംഗം കൊണ്ട് വീഴ്ത്തി ഇദ്ദേഹത്തിൻ്റെ. ഒരുപക്ഷെ ഈ വട്ടത്തെ ഇലക്ഷൻ വല്ല നിന്നായിരുന്നെങ്കിൽ ഇദ്ദേഹം ജയിച്ചു പോയേനെ. പ്രസംഗം കൊണ്ട് ജയിച്ചു. സോറി, ആൾക്കാരെ കയ്യിലെടുത്തൊരു വ്യക്തി. ഞാൻ അന്ന് അദ്ദേഹത്തിന് വേണ്ടി ഞാനൊരു നല്ല രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചില ഈ എന്താ പറയണ്ട, പണ്ട് പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞതൊക്കെ മാറ്റി പറയുന്ന കുറേ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ അരക്കിയിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ പെൺകുട്ടിയുടെ വസ്ത്രം നല്ല രീതിയിൽ നടക്കണമെന്നൊക്കെ പറഞ്ഞ മനുഷ്യനാണ് ഇപ്പോൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് വിടുന്നത്.
നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതും പറയും. ഒരു മിനിറ്റേ. ആരോ ബഹുമാനിക്കുക, കാരണം കൊടുക്കുന്നതേ തിരിച്ചു വരും. അത് കർമ്മത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അന്ന് ആ വീട്ടിലെ സ്വർണത്തിന്റെ വിഷയം വന്ന സമയത്ത് എത്ര ഇതായിട്ട് നീറ്റായിട്ട് അയാൾ പറഞ്ഞ് നിങ്ങൾ ഉള്ള പോലെ പറഞ്ഞാൽ നമുക്ക് ഈ കേസ് ഇവിടെ ഒഴിവാക്കി വിടാം, അങ്ങനെ വരെ പറഞ്ഞൊരു മനുഷ്യരാണ്. എന്നിട്ടും അവർ എന്തെടുത്ത് ഈ പറയുന്ന മരുമോൻ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചു, അവന് വേറൊരു ഉദ്ദേശം ഉണ്ടായിരുന്നൊക്കെ പറഞ്ഞ് അവൻ്റെ നെഞ്ചത്തോട്ട് ചെന്നപ്പോഴാണ് ഇങ്ങേരി പാർട്ടിക്കാരനായത്. അന്ന് നല്ല പരിപാടി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഇദ്ദേഹത്തിൻ്റെ താഴെയും ഇദ്ദേഹത്തിൻ്റെ മക്കളുടെ എല്ലാത്തിനും താഴെ ഈ കൊച്ചിൻ്റെ കാര്യം പറഞ്ഞിട്ടുള്ള രീതിയിലെ കമൻറ്റ് കാര്യങ്ങളൊക്കെ മൊത്തം തെറിവ് എന്ന് പറഞ്ഞാൽ മൊത്തം തെറിവിളി. എനിക്ക് ആ ഒരു വീഡിയോയിൽ ഇഷ്ടപ്പെടാത്തതെന്ന് വെച്ചാൽ അവിടെ കട്ടിലിരുന്നിട്ട് അവളെ വീഡിയോ എടുക്കുന്ന ഒരു പോർഷനുണ്ട്, അത് നമുക്ക് ഇവിടെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സ്നാപ്പിലിടാതിരിക്കുക. സ്നാപ്പിലിടുവാണെങ്കിൽ അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇത് അതൊരു പക്ഷേ സ്നാപ്പിലല്ലെങ്കിൽ ഇത് ഏതെങ്കിലും ആണുങ്ങൾക്ക് അയച്ചു കൊടുത്തതാണെന്നേ പറയത്തുള്ളൂ. ഓക്കെ, ആണുങ്ങൾക്കല്ല കൂട്ടുകാരികൾക്ക് അയച്ചു കൊടുത്തെങ്കിൽ എന്തിന് കൂട്ടുകാരികൾക്ക് കൊടുത്തു, അവിടെയും കുറേ ചോദ്യങ്ങൾ വരും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി ഒഴിവാക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പ്രായം 10-20 വയസ്സേ ഉള്ളൂ, നമുക്ക് കൂടുതലായിട്ടൊന്നും പറയാൻ പറ്റത്തൊന്നുമില്ല. നമുക്ക് പറയുന്നതുകൊണ്ടിരുന്നുണ്ട്, കാണിക്കുന്നവർ കാണിക്കും. ഇപ്പോഴും അതിന് കൂളായിട്ട് ഓരോ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആ കൊച്ചിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ സബ്സ്ക്രിപ്ഷൻ്റെ പൈസ കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം എങ്ങനെ പോയാലും ഒരു മാസം 10-12-13 ലക്ഷം രൂപ കിട്ടും. ഈ സബ്സ്ക്രിപ്ഷൻ ഇനിയും കൂടും, ഉറപ്പാണ്. ഇപ്പോഴും ആൾക്കാർ അതിനകത്താണെന്നും പറഞ്ഞ് ഓടിക്കയറി ഇത് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഞാൻ പിന്നെ എൻ്റെ ഒരു ഇത് മാത്രം പറഞ്ഞോളൂ. ഞാൻ ഉള്ള കാര്യമാണ് കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞത്. കുറേ പേര് പറയുന്നുണ്ട് ദാരിദ്ര്യം കൊണ്ടാണ് അച്ഛനൊന്നും കൊടുക്കുന്നില്ല എന്ന്. ഇത് ലീക്കായ സംഭവമാണ്. സ്നാപ്പിൽ നിന്നോ പിന്നെ വേറെ ആർക്കും ഇത് അയച്ചു കൊടുക്കാൻ വഴിയില്ല. സ്നാപ്പിലാവാനാണ് കൂടുതലും ചാൻസ്. ഓക്കെ, എന്നാലും എൻ്റെ ഒരു അഭിപ്രായം ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്നാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.